ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഗുരുവായൂർ പോയപ്പോൾ പതിവില്ലാണ്ട് ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയിരുന്നു. മിക്കവരും ഗുരുവായൂർ പോകുമ്പോഴും ആനക്കോട്ടയിൽ പോകുന്നത് വളരെ കുറവാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ഈ ആനയുടെയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾ. ബാക്കിയുള്ളവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ടും അന്ന് എല്ലാവരും ഫ്രീ ആയതുകൊണ്ടും ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ആനക്കോട്ടയ്ക്ക് വിട്ടു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനകൾ വളരെ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി, എല്ലാം മതപ്പാടിലൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഉള്ള ആനകളെയൊക്കെ കണ്ട് നമ്മൾ പോന്നു. ആനകളൊക്കെ നല്ല ഉഷാറായിട്ട് പട്ടയൊക്കെ തിന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 ആനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഈ ആന മരിക്കണ സ്ഥലവും പണ്ടെങ്ങാണ്ട് വന്നതാണ് നമ്മൾ. അങ്ങനെ തൃശ്ശൂർക്കാരാണെങ്കിലും ആനക്കോട്ട വരൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ ചേട്ടൻ്റെ മോൻ ഒക്കെ ആയി, പിന്നെ അവൻ ആനനെ കാണിക്കുന്ന പേരിൽ വന്നതാണ്. അവനാണെങ്കിൽ ഇതൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർക്കാരായിട്ട് എന്താണ് ഇവിടെ വരൽ കുറവാണ്. ഈ മറ്റേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ അധികം വരൽ കുറവാണ്. എനിക്ക് തോന്നുന്നു 2-3 തവണയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ആനേനെയൊക്കെ കണ്ട് ഈ ഒറ്റക്കൊമ്പൻ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഒരുവിധ ആനകളുടെ പേരൊന്നും അറിയില്ല. ഇങ്ങനെ ചുമ്മാ കുറേത്തിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് അങ്ങനെ വായിച്ചു. പിന്നെ ചിലരോടൊക്കെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു അറിഞ്ഞു. അങ്ങനെയൊക്കെ ചുമ്മാ ഞങ്ങൾ കറങ്ങി. പിന്നെ കുറേ ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തങ്ങ് പോന്നു. ആനകളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഇതിൻ്റെ പേരൊക്കെ അറിയുണ്ടാവും. പക്ഷേ ഈ ഒരു ആനനെ മാത്രം എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഇത് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലും റീലിലൂടെയൊക്കെ ഡാൻസ് കളിച്ച് വൈറലായ വൈറൽ സ്റ്റാർ ഓഫ് ഗുരുവായൂരാണ്, ആനക്കോട്ടയാണ്. അപ്പോൾ പിന്നെ 5-6 പിടിയാനകളും ലക്ഷ്മിക്കുട്ടി അങ്ങനെ പറഞ്ഞ കുറച്ച് ബിരിയാണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടു വേഗം. പിന്നെ ഒന്നാമത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു 11 മണി ആ സമയത്താണ് വന്നത്. അപ്പോൾ ഒരുപാട് വെയിൽ കൊണ്ട് നടക്കാൻ, ഉണ്ണി ചെറുതായതുകൊണ്ട് നമുക്ക് വെയിൽ കൊണ്ട് നടക്കാൻ അത്ര താല്പര്യമില്ലാത്ത ഞങ്ങളങ്ങനെ ഓടിച്ച് അവിടെ നിന്ന് ജസ്റ്റ് ആനകളൊക്കെ കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് വേഗം പോന്നു. അതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഗുരുവായൂരൊക്കെ വരുന്നതാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാതെ ആനകളെയൊക്കെ പോയി കാണാം. പിന്നെ അപ്പോൾ കാണാം, പിന്നെ ഒരു വീഡിയോ കാണാം. ബൈ.